പ്രിയപ്പെട്ട അമ്മയ്ക്ക് ഞാൻ സുഖമായി ഇവിടെ എത്തിച്ചേർന്നു. ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും. ബാപ്പ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമായിരുന്നില്ല. എപ്പോഴും ബാപ്പയെ കുറിച്ച് പറയാനേ ആജിയാർക്ക് നേരമുള്ളൂ. എല്ലാം പടച്ചോന്റെ അനുഗ്രഹം. തൽക്കാലം വേറെ വിശേഷം ഒന്നുമില്ല. കത്തു ചുരുക്കുന്നു എന്ന് സ്വന്തം മകൻ കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ എങ്ങനെയുണ്ടടി സൂര? ദുബായിലേ പോവൂ എന്ന് ഇവിടെ കിടന്ന് വിളിച്ചു പോവില്ലേ? ഇതാണ് പറയണത്. മൂത്തവര് ചൊല്ലും മുതുനെല്ലിക്കായും ആദ്യം കായ്ക്കും, പിന്നെ മധുരിക്കും. നീ പറഞ്ഞത് ശരിയാ. ഗൗരിക്കുട്ടി ഇത് വാങ്ങണം. ഗൗരിക്കുട്ടിക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. പാവം ഗൗരിക്കുട്ടി ഇത് വാങ്ങണം, ഇല്ലെങ്കിൽ ഇവന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാവും. ഇപ്പൊ തന്നെ ഊണില്ല, ഉറക്കമില്ല. ഗൗരിക്കുട്ടിയോട് പ്രേമാണ് അത്രേ, അല്ലേടാ? പിന്നെ ഭയങ്കര പ്രേമം. ഇനിയും എന്നെ ശല്യം ചെയ്താ ഞാൻ ഏട്ടന്മാരോട് പറയും. നിന്റെ ചേട്ടന്മാരാ? ഇവിടുത്തെ രാജാക്കന്മാരാ? ഉറുപ്പന്മാരുടെ രാജാക്കന്മാരാണെന്ന് ഇപ്പൊ മനസ്സിലായില്ല എല്ലാവർക്കും. കുഞ്ഞാലിക്കുട്ടി എവിടെ? കുഞ്ഞാലിക്കുട്ടിയെ ഒരപ്പുറത്ത് ഉണക്കാനിട്ടിരിക്കുക. വെയിലാറുമ്പോ എടുത്തോണ്ട് പോകും. പണി നോക്കി പോടൂ. അകത്തുണ്ട്, അകത്തുണ്ട്. വരാനല്ലേ പറഞ്ഞു. പറഞ്ഞു
എങ്ങോട്ട് കൊണ്ടുപോകുന്നു? മലപ്പുറത്തേക്ക്. എന്തിനു കൊണ്ടുപോകുന്നു? ഉണക്കാൻ. ഹാജിയാരെ! ഹാജിയാരെ! ആ മാഷാണല്ലേ? ആരാ നിന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചത്? ഹാജിയാരല്ലേ? മറുപടി പെട്ടെന്നാവുന്നതാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ അത്ര നല്ലവനല്ല. ഒന്ന് ചോദിച്ച് അടുത്തതിന് ഇതാ എന്റെ ശീലം. പറഞ്ഞോ, നിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഞാനല്ല, അങ്ങനെ ഒരു ക്ഷേത്രവും എനിക്കറിയില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. കള്ളം, ഞാൻ കണ്ടതാ. ഇവൻ തന്നെ. ശങ്കരന് ആള് തെറ്റിയിട്ടില്ല. ഇവന്റെ മുഖം കണ്ടാൽ അറിയാം. ഇവനെ ഞാൻ ദയവായി ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് വിശ്വസിക്കൂ. എന്താ ഇത്? എന്തിനാ അവനെ പിടിച്ചോണ്ട് വന്നത്? ന്യായാധിപനെ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. വരണം വരണം. എന്നെ തോൽപ്പിക്കാൻ പടച്ചോനോട് തന്നെ പക വീട്ടണോ ഹാജിയാരെ? മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ പറയാ. വലിയ കുറുപ്പത്തെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ആരായാലും അവന്റെ കൈയും കാലും മുറിച്ചേ വിടൂ. മനസ്സിലായില്ലേ? കുറുപ്പത്ത് കുടുംബക്ഷേത്രത്തിൽ കയറി ആചാരങ്ങൾ തെറ്റിച്ചവനായവൻ. ഇത് പച്ചക്കള്ളമാണ്. കുറുപ്പേ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാവർക്കും ഉണ്ട്. അത് തെറ്റിച്ചത് ആരായാലും അതിന്റെ ശിക്ഷയും നടപ്പിലാക്കാം. പക്ഷെ ഇന്നൊക്കെ ആള് തെറ്റി. ഇതെന്റെ സ്കൂളിലെ മാസ്റ്ററാണ് കുഞ്ഞാലിക്കുട്ടി. ഓരൊരു ഇസ്ലാമാണ്. ഒരു ഇസ്ലാമിന് ഇങ്ങനെ ക്ഷേത്രത്തിൽ കയറേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് പറയേണ്ടത്. കണ്ടവരുണ്ട് ക്ഷേത്രത്തിലെ കാര്യക്കാരൻ. ഇയാൾ പറയുന്നത് വിശ്വസിക്കരുത്. വിശ്വസിക്കുന്നില്ല. പക്ഷെ എന്റെ കുഞ്ഞുമകൾ, അവൾ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. വീര, വിളിച്ചോണ്ട് വാളെ. കുഞ്ഞിങ്ങ് വന്നോട്ടെ, കാണാം. ഗൗരിക്കുട്ടി, ഇവൻ തന്നെയല്ലേ ക്ഷേത്രത്തിൽ കയറിയത്? കുട്ടി കണ്ടോ ഈ കുഞ്ഞാലിക്കുട്ടി നിങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? പറ, ഇവൻ തന്നെയല്ലേ? അല്ല, ഇയാളല്ല. ജോലി കുഞ്ഞ് ശരിക്കും നോക്കിയേ. നാളികേരം ഉടച്ച് തിരിഞ്ഞോടി ഇയാൾ തന്നെയാ. എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല. എന്നോടുള്ള പക തീർക്കാനാണ് ഈ പുറപ്പാടെങ്കിൽ അത് പാവങ്ങളോട് വേണ്ട. വലിയവനാകാൻ മസിൽ വളർന്നാ പോരാ, മനസ്സ് വളരണം. കുഞ്ഞാലിക്കുട്ടി വാ. സത്യമായിട്ടും ഗൗരി കുഞ്ഞിന് ആള് തെറ്റിയതാ. നാളികേരം ഉടച്ചത് അവൻ തന്നെയാ. അയാളൊരു മുസ്ലിമായിട്ടോ എന്റെ ക്ഷേത്രത്തിൽ കയറിയത്? ഒരുപക്ഷേ എനിക്ക് ആളെ കണ്ട നന്നായി അറിയാം. ഇയാളല്ല, 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 ഇയാളല്ല. ഗൗരി കുഞ്ഞേ, ഇത് ചതിയാണ്, കൊടുംചതി. കുറുപ്പത്ത് ഭഗവതിയുടെ പടച്ചോറ് നിന്നാണ് ഞാൻ വളർന്നത്. എന്നോടിത് വേണ്ടായിരുന്നു. എന്താ കാര്യം?
ക്ഷേത്രത്തിൽ കയറി നാളികേരം ഉടച്ചത് അവനാണെന്ന കാര്യം കുഞ്ഞിന് അറിയാവുന്ന കാര്യവും എനിക്കറിയാം. ആര് പറഞ്ഞു? കേട്ടില്ലേ ഹാജിയാര് പറഞ്ഞത്? അയാളൊരു ഇസ്ലാമാ. ആള് തെറ്റിയത് ശങ്കരനാ, എനിക്കല്ല. അയ്യോ എന്റെ പൊന്നു കുഞ്ഞ്, അത് അവൻ തന്നെയാ. ശങ്കരൻ ഒരിക്കൽ കണ്ടാൽ ആളെ മറക്കൂല. കുഞ്ഞ് ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. അവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമില്ലേ? കുഞ്ഞി എന്ന് ഏട്ടന്മാരോട് തുറന്നു പറ, അത് അവൻ തന്നെയാണെന്ന്. എനിക്ക് എന്റെ ജോലിയും കിട്ടും, അവന് എന്റെ കൂലിയും കിട്ടും. ആഹാ, വേറൊന്നും വേണ്ടേ? വെറുതെ ഒരു പാവത്തിനെ തല്ലിക്കൊല്ലുന്നത് കാണണോ തനിക്ക്? ആഹാ, അപ്പൊ എന്നെ തല്ലിക്കൊല്ലുന്നത് കാണാമല്ലേ? ഹാജിയാരെ പേടിച്ച് അങ്ങോട്ടും തിരിയാൻ വയ്യ, നാട്ടുകാരെ പേടിച്ച് ഇങ്ങോട്ടും തിരിയാൻ വയ്യ. ഗൗരി കുഞ്ഞെ, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ ഞാനത് തെളിയിക്കും. ശങ്കരനാ പറയുന്നത്. കളരി പരമ്പര ദൈവങ്ങളാണ്, കുറുപ്പത്ത് ഭഗവതിയാണ്, പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. ഇത് സത്യം സത്യം സത്യം. കേക്കോ ഇത്രയൊന്നും പോരെ കണ്ണേട്ടോ? കേക്ക് കൊടുക്ക. കേക്കോ? സുകുമാരൻ എന്റെ മോൻ. പട്ടാളക്കാരൻ സുകുമാരൻ. അത് തിളച്ച ചായയായി. ലീവ് കിട്ടി ഉടനെ പുറപ്പെട്ടു. ഒരു കത്തെങ്കിലും എഴുതാമായിരുന്നില്ലേ? യുദ്ധഭൂമിയിൽ നിന്ന് ഒരു പട്ടാളക്കാരന് കത്തെഴുതാൻ പറ്റിയെന്ന് വരില്ല. വേണ്ട, ഞാൻ എടുക്കാം. അച്ഛാ ചലോ. അരേ ബായ് അലിയാർ മാൻ, തും കൈസേ ഹോ? സോറി പുട്ട്, അല്ല പേടിപ്പിച്ചു കളഞ്ഞല്ലോ. നാട്ടിൽ വരുമ്പോഴും വേണോ ഈ തോക്കും പട്ടാള വേഷവും? അതിർത്തിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വണ്ടി കയറിയായിരിക്കും. അല്ല, ഈ റെയിൽവേ പോർട്ടന്മാരുടെ പിടിച്ചുപറി ഒഴിവാക്കാൻ ഇതേ ഉള്ളൊരു മാർഗം. ഈ വേഷവും തോക്കും ഒക്കെ കണ്ടാൽ കൊടുക്കുന്നത് ഭംഗി മിണ്ടാതെ വെച്ചു. അതെ അതെ. അച്ഛാ ക്യാ സമാചാർ ഗാവ് മേ? ഏ കോൻ ഹെ? കുഞ്ഞാലിക്കുട്ടി, സ്കൂളിലെ പുതിയ മലയാളം മാഷ. അച്ഛാ സോറി പുട്ട്. അച്ഛാ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ടേ പോന്നുള്ളായിരിക്കും അല്ലേ? യാ യാ. കല്യാണം ഉറപ്പിച്ചപ്പോഴേക്കും മനസ്സിന്റെ സന്തോഷം കൊണ്ടായിരിക്കും സുകുമാരനൊക്കെ തടിച്ചു കൊഴുത്തുരുണ്ട് കറുത്ത കരിമന്തി പോലെയായി. അച്ഛാ എവിടെ എന്റെ പ്രതിശ്രുത വധുവിന്റെ ഫോട്ടോ എടുത്തോണ്ട് വരൂ, കാണട്ടെ. അതിപ്പോ എന്ത് കാണാനിരിക്കുന്നു? ഭാർഗിയുടെ മോളെ നീ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുള്ളത് പണ്ടല്ലേ. ഹവിൽദാർ സുകുമാരൻ നായരുടെ ഭാര്യ ആവാനുള്ള യോഗ്യത അവൾക്ക് ഇപ്പോ ഉണ്ടോ എന്ന് എനിക്കറിയണ്ടേ? ചലോ ചലോ എടുക്കൂ എടുക്കൂ. എന്റെ കാലുവാ. സോറി. എന്നടാ ശരിക്കും നോക്കിക്കോ, കൊച്ചിനെ കണ്ട വെണ്ണല്ലേ ഇപ്പൊ. നല്ല അസല് വണ്ടി. ഹജ്ജാവോ? അന്യന്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഈ ആവേശം അത്ര നല്ലതല്ല. ബസ് ബസ് കഴിച്ചു വെക്കുള്ളൂ വെക്കുള്ളൂ. പേടി വെക്കണോ ഇവനെയൊക്കെ? നല്ല സ്വയം മാഷേ, കുട്ടി ആരാ? എന്ത് വേണം? മാഷക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഇല്ല. ശരിക്കൊന്ന് നോക്കിയേ, മനസ്സിലാകും. ആദ്യം കാണുന്ന ഒരാളെ എങ്ങനെ മനസ്സിലാകാനാ? ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ. ഇല്ല, ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. കൊള്ളാം, അസലായിട്ടുണ്ട് അഭിനയം. പച്ച പാവാണെന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ മനസ്സിലായി, പെരും കള്ളനാ. കള്ളനോ? ഞാനൊരു അധ്യാപകനാണ്. കുഞ്ഞാലിക്കുട്ടി, കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയത്? ക്ഷേത്രത്തിലോ? ഏത് ക്ഷേത്രത്തിൽ? കുട്ടിക്ക് ആള് തെറ്റിയതാ? അല്ല, മാഷ് തന്നെയാ. ഞാൻ കണ്ടതാ കാര്യക്കാരനോട് കയർക്കുന്നതും നാളികേരം ഉടച്ചിട്ട് ഓടുന്നതും. കുട്ടിക്ക് എന്താ ഭ്രാന്തുണ്ടോ?
ഞാനൊരു ഇസ്ലാമാ കുഞ്ഞാലിക്കുട്ടി. അതാ എനിക്കും അറിയേണ്ടത്. ഇസ്ലാമായ മാഷ് എന്തിനാ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കയറിയതെന്ന്. ഇത് വലിയ കഷ്ടമായല്ലോ. പരമ്പരാഗതമായ ആചാരം തെറ്റിച്ചതിന് ആൽമരത്തെ കെട്ടി 101 അടിയാ ദേവപ്രശ്നത്തിൽ കണ്ടത്. എന്റെ അമ്മേ, അമ്മയോ ഉമ്മയെന്നല്ലേ നിങ്ങളൊക്കെ വിളിക്കുന്നത്? ഞാൻ ക്ഷേത്രത്തിലെ ഭഗവതിയാണ് വിളിച്ചത്. അത് ഉമ്മയല്ലല്ലോ, അമ്മയല്ലേ? ആ അമ്മ. അപ്പോ മാഷക്ക് ഞങ്ങളുടെ ദൈവങ്ങളെ ഇഷ്ടമാണല്ലേ? ഒരപരിചിതയുടെ അനാവശ്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ല. ഇങ്ങനെയുണ്ടോ പെൺകുട്ടികൾ? ദേ വേഗം ഇവിടുന്ന് നാട് വിട്ടോ, അതാ നല്ലത്.